ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വർഷത്തെ LBS BS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ, അതായത് 17/5/2024 മുതൽ 15/6/2024 വരെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ സമയം തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പല കുട്ടികളും ചോദിച്ചൊരു ഡൗട്ടാണ്, ഇതിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ടോ എന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിന്റെ ആവശ്യമില്ല. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റ് ആണ് ഇതിന് പരിഗണിക്കുക. ഇതിന് മൂന്നിനും കൂടി, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾക്ക് മൂന്നും കൂടി 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് മിനിമം ഏജ് 17ഉം മാക്സിമം ഏജ് 35ഉമാണ്. ഇത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് www.lbscenter.kerala.gov.in ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പല കുട്ടികളും ചോദിച്ചു, ഇത് ഫോണിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്ന്. നിങ്ങൾക്ക് തന്നെ ഫോണിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് SC ST വിഭാഗക്കാർക്ക് 400 രൂപയും ബാക്കിയുള്ളവർക്ക് 800 രൂപയുമാണ് ഫീ വരിക. അപ്പോൾ ആപ്ലിക്കേഷൻ നൽകുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫീ പേയ്മെന്റ് നടത്തിയതിനു ശേഷം ആപ്ലിക്കേഷന്റെ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, വാലിഡ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്വന്തമായിരിക്കണം ഇത്, കാരണം ഇത് പിന്നീട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ കേരളീയനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ ബർത്ത് പ്ലേസ് ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. പിന്നെ വേണ്ടത് +2 മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയാണ്. ഈ വർഷം പാസ്സായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഓൺലൈൻ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഇനി മുൻ വർഷങ്ങളിൽ പാസ്സായവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇനി റിസർവേഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജുകളിലും സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ഫീ ഇളവ് ഉള്ള കുട്ടികൾ വരുമാന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം ചെയ്യാനുള്ള സമയമാണ്. പല കുട്ടികളും ചോദിച്ചിരുന്നു ഓപ്ഷൻസ് എപ്പോഴാണ് നൽകേണ്ടതെന്ന്. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനുള്ള സമയം തരുന്നത്. അപ്പോൾ ആ സമയത്താണ് നിങ്ങൾ ഓരോ കോളേജസും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഇതിനനുസരിച്ചാണ് നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തേണ്ടത്. ആദ്യം പറഞ്ഞതുപോലെ SC ST കാറ്റഗറിക്കാർക്ക് 400 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 800 രൂപയുമാണ് ഫീ പേയ്മെന്റ് വരുന്നത്. ഇത് നോൺ റീഫണ്ടബിൾ ആണ്, അതായത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ല. ഫീ പേയ്മെന്റ് ഓൺലൈൻ വഴിയോ അതുപോലെ തന്നെ ചെല്ലാൻ വഴിയോ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഫീ ഡീറ്റെയിൽസും കിട്ടും. ഇതിന്റെ കോപ്പി നിങ്ങൾ എടുത്തു വെക്കുക. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്പർ കൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ID കിട്ടും. നിങ്ങൾക്ക് കിട്ടിയ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കാദമിക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, റിസർവേഷൻ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഫൈനൽ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആകത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഫൈനൽ കൺഫർമേഷന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 12 വരെയാണ്. ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15 വരെയാണ്. അപ്പോൾ 15-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആക്കി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫൈനൽ കൺഫർമേഷന്റെ ഒരു പ്രിന്റ് ഔട്ടും നിങ്ങളുടെ കയ്യിൽ കരുതി വെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്